അരുൺ, തീർച്ചയായും 5 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ഈ JCBയുടെയൊക്കെ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കരയിൽ ആ തെരച്ചിൽ നിർത്തി എന്നുള്ള വാർത്തകളൊക്കെ വരുമ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോൾ ഈ സമയത്താണ് ഈ ഷിരൂരിലെ നമ്മൾ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഗംഗാവലി പുഴയെപ്പറ്റി ആളുകൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. ഈ പ്രേക്ഷകരുടെയൊക്കെ ഒരു സംശയം, ഈ ഗംഗാവലി പുഴ എല്ലാ കാലത്തും ഈ ഒരു സ്ഥിതിയിലാണോ? ഗംഗാവലി പുഴയിലെ ഒഴുക്ക് ഇത്തരത്തിൽ ശക്തമായി, പ്രത്യേകിച്ചും പശ്ചിമഘട്ടത്തിലൂടെയൊക്കെ ഒഴുകി വരുന്ന ഒരു പുഴ, വനമേഖലയിലൂടെയൊക്കെ ഒഴുകി വരുന്ന ഒരു പുഴ, എല്ലാ കാലത്തും ഇത്തരത്തിലാണോ? ഈ പുഴയുടെ ഒരു സ്വഭാവം ഇത്തരത്തിലാണോ? വലിയ അടിയൊഴുക്കുകളും വലിയ നീരൊഴുക്കും ശക്തമായ ജലത്തിൻ്റെ സാന്നിധ്യവും ഒക്കെ ഉള്ള ഒരു സ്വഭാവം ആണോ ഈ പുഴയ്ക്കുള്ളത്? ആ നാട്ടിലുള്ളവർ എന്തെങ്കിലുമൊക്കെ ഈ പുഴയെപ്പറ്റി പ്രതികരിക്കുന്നുണ്ടോ? അരുൺ കേൾക്കാമെങ്കിൽ, അരുൺ തുടരുകയാണെങ്കിൽ, അരുൺ കേൾക്കാമെങ്കിൽ, ഈ ഗംഗാവലി പുഴയെപ്പറ്റി പ്രേക്ഷകർക്ക് സംശയങ്ങളൊക്കെ ഉണ്ട്. ഈ ഗംഗാവലി പുഴ എല്ലാ കാലത്തും ഇത്തരത്തിൽ അടിയൊഴുക്കുകളും ശക്തമായ ജലസാന്നിധ്യവും, പ്രത്യേകിച്ചും പശ്ചിമഘട്ടത്തിലൂടെ ഒഴുകി വരുന്ന ഒരു പുഴ, ആ പുഴ ഇങ്ങനെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സ്വഭാവം ഈ പുഴയ്ക്കുണ്ടോ? അതോ അവിടെ ഇപ്പോൾ ഈ ശക്തമായ മഴക്കാലമായതുകൊണ്ടാണോ ഇത്തരത്തിൽ പുഴയുടെ ഒരു അവസ്ഥ? പൊതുവെ ഈ പുഴ ഈ ഒരു സ്വഭാവ രീതിയിലാണോ ഈ പുഴയുടെ ഒഴുക്ക്? ഈ പുഴയുടെ ഒരു രീതി ഇങ്ങനെയാണോ എന്നുള്ള ഒരു സംശയം ഉയരുന്നുണ്ട്. അതേപ്പറ്റി എന്തെങ്കിലും നാട്ടുകാർ ഈ പുഴയെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ അരുൺ? വിനോദിന്റെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഏറ്റവും പുതുതായി നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൃശ്യത്തിലേക്ക് കൂടെ ഞാൻ പറയാം. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗംഗാവലിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ പ്രവർത്തികളൊക്കെ നിർത്തിവെച്ചതായിരുന്നു. അതായത് ഈ കരയിൽ മണ്ണ് മാറ്റുന്ന നടപടികളും മറ്റുമൊക്കെ നിർത്തിവെച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ഒരു ബൂം ലെങ്ത് എക്സ്കവേറ്ററും അതുപോലെ തന്നെ ഒരു JCBയും അവിടെ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. ആ മണ്ണ് മാറ്റുന്ന നടപടികൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതേതായാലും അടുത്ത ദിവസത്തെ ആ ഒരു പദ്ധതികളുടെയൊക്കെ ഒരു കൃത്യമായ അപ്ഡേറ്റ് ഇവർക്ക് ലഭിച്ചിരിക്കണം. അതിനുശേഷമായിരിക്കണം ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കുന്നത്. കാരണം ഇത്ര നേരം ഇനി അടുത്ത നടപടി എന്ത് എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കണം ഈ പ്രവർത്തികൾ അവർ സ്വാഭാവികമായിട്ടും നിർത്തിവെച്ചിരുന്നത്. ഇനി ഏതായാലും അതിലേക്കൊരു അപ്ഡേറ്റ് അവർക്ക് ലഭിച്ചിരിക്കണം. ആ ലഭിച്ചിരിക്കുന്ന വേളയിൽ തന്നെ ആയിരിക്കണം വീണ്ടും ഈ നടപടികളിലേക്ക്, മണ്ണുമാറ്റൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇനി വിനോദിൻ്റെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ പുഴയെ സംബന്ധിച്ചിടത്തോളം പുഴ ഈ മഴക്കാലം ആവുമ്പോൾ ഇങ്ങനെ രൂപത്തിലാവുന്നത് സ്ഥിരമാണ് എന്നുള്ളതാണ് ഈ പ്രദേശത്തെ നാട്ടുകാരും മറ്റുമൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് ഇത് ഈ ഒരു കടലിലോട്ട് ചേരുന്നതിൻ്റെ ഏറ്റവും അറ്റഭാഗമാണ്. അതായത് ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പുഴ ഇനി കടലിൽ ചേരാനായിട്ട് ഉള്ളത്. അത്രയും അടുത്തായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു ഭാഗത്തേക്ക് പുഴ എത്തുന്ന സമയത്ത് കൂടുതൽ ശക്തമായ രീതിയിൽ ഒഴുക്ക് ഇവിടെ എത്തുമ്പോഴേക്കും ഉണ്ടാവുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. മിക്ക സമയത്തും ഇവിടെ വെള്ളം നന്നായി കയറാറുണ്ട്. ഈ പുഴയുടെ ഇരുകരകളിലുമായിട്ട് ധാരാളം വീടുകളുണ്ട്, വയലുകളുണ്ട്. ഈ വയലുകളിലൊക്കെ ധാരാളം വെള്ളം കയറുന്നത് സ്ഥിരമാണ് എന്നുള്ളതാണ്. നമുക്ക് വിനോദ് ചോദിച്ച ഈ ഒരു കാര്യത്തിൽ ഏതാനും ഒരു മണിക്കൂർ മുമ്പാണ് ഈ പ്രദേശവാസിയായ കർഷകനായ ഒരു വ്യക്തി നമ്മളോട് ഒന്ന് പറഞ്ഞത്, സാധാരണഗതിയിൽ ഇവിടെ ഒന്നും അല്ല മഴ, നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി ഷൂട്ട് ചെയ്യുന്ന ഭാഗത്തൊന്നും അല്ല, ഇതിനൊക്കെ എത്രയോ ദൂരെ വെള്ളം വന്ന് ഇവിടെ ഒക്കെ മുങ്ങുന്ന സ്ഥിതി സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. ഇത്തവണ ഇത്തിരി കുറവാണ് എന്ന തരത്തിലാണ് അദ്ദേഹം നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇത്തവണ ഏതായാലും അത്രത്തോളം ഉഗ്രരൂപിണിയാവുന്ന തരത്തിലേക്ക് പുഴ മാറിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും നല്ല ഒഴുക്കുണ്ട്. ഈ പുഴയുടെ മുകളിൽ നിന്ന് ഇപ്പോൾ കാണുമ്പോൾ മുകൾ വശത്ത് തന്നെ നല്ല ഒഴുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അടിയിലാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഒഴുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഇവിടെ തന്നെ മഴ പെയ്യണമെന്നില്ല. ഈ പുഴ മുകളിൽ വശത്ത്, അതായത് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നല്ല രീതിയിൽ കനത്ത മഴ പെയ്യുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്യുമ്പോഴൊക്കെ ഈ പുഴയിലെ ഒഴുക്ക് കൂടുതൽ ശക്തമാവുന്ന തരത്തിലാണ് മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ നമുക്ക് ഇവിടെ. അതെ, പുഴയിൽ ശക്തമായ ഒഴുക്ക്, പൊതുവേ ഈ പുഴയിൽ ശക്തമായ ഒഴുക്കുള്ള ഒരു പുഴ തന്നെയാണിത്. ഭൂരിപക്ഷം മാസങ്ങളിലും ഈ പുഴയിൽ ശക്തമായ ഒഴുക്ക് തന്നെയാണുള്ളത്. ഇത്തരം ഒരു അപകടം വരുമ്പോഴാണ് നമ്മൾ ഈ പുഴയെപ്പറ്റി കൂടുതൽ പഠിക്കുന്നതും ഈ പുഴയുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നത്. പിന്നീട് ഇപ്പോൾ അരുൺ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ വിശദീകരണം, ഈ കരയിൽ വീണ്ടും ഈ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റാനുള്ള നടപടികളിലേക്ക് ഒരു JCB അവിടെ പ്രവർത്തിക്കുന്നതായി ഇപ്പോൾ അരുൺ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അത് ഏത് തരത്തിലാണ്? കാരണം കാണാതായ മറ്റു ചിലരുമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കർണാടക സ്വദേശികളായ 1-2 വ്യക്തികളെ കൂടി കാണാനുണ്ട്. അപ്പോൾ
അവർക്ക് വേണ്ടി വീണ്ടും കരയിൽ തെരച്ചിൽ തുടരുകയാണോ, അതോ കരയിൽ ഈ JCB എടുത്തിട്ട മണ്ണ് അവിടെ നിന്ന് മാറ്റാനുള്ള നടപടിയാണോ? എന്താണ് അതിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് അരുൺ? വിനോദ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെ നടത്താൻ ഉദ്ദേശിക്കുന്ന ഓപ്പറേഷൻ്റെയൊക്കെ ഭാഗമായി ഈ റിവർ ബെഡ് ഒരുക്കുന്ന നടപടികളും മറ്റുമൊക്കെ ഇനി കൃത്യമാക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇങ്ങനെ മഴ പെയ്ത് പലയിടത്തും മണ്ണൊക്കെ വീണ്ടും വീണ്ടും ഇറങ്ങി ഈ പുഴയിലേക്ക് എത്തിയിരിക്കുന്ന സ്ഥിതിയുണ്ട്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ കൃത്യമായ രീതിയിൽ റിവർ ബെഡ് ഒരുക്കുക. രണ്ടാമത് വിനോദ് പറഞ്ഞ ആ ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇനി 2 പേരെ കൂടി, അർജുനെ കൂടാതെ 2 പേർ കൂടി മിസ്സിംഗ് ആണ്. അവരെയും കണ്ടെത്തേണ്ടതുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സൂചനയും ഇതുവരെ ഈ ബന്ധപ്പെട്ട അധികൃതർക്ക് ലഭിച്ചിട്ടില്ല. അവരേത് ഭാഗത്തുണ്ട് എന്ന തരത്തിൽ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അവർ ഒഴുക്കിൽപ്പെട്ട് അവരുടെ ശരീരം കടലിൽ എത്തിയിട്ടുണ്ടോ, അത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട് പോയിട്ടുണ്ടോ എന്ന് പോലും ഇതുവരെ ഉറപ്പാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രം ദൂരത്താണ് ഈ കടലുള്ളത്. ആ കടലുള്ളത് കൊണ്ട് തന്നെ ഒഴുക്കിൽ എന്നൊന്നും നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗം തന്നെ ആയിരിക്കണം ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ വീണ്ടും പരിശോധന ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 3 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഒരേ സമയം അവിടെ പ്രവർത്തിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ നടപടികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നിരന്തരം തുടരുന്ന ഒരു സ്ഥിതിയായിരുന്നു. എല്ലാ സമയത്തും ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് മാത്രമാണ് ഇതാദ്യമായി ഒരുപാട് നേരം ഈ യന്ത്രങ്ങൾ നിർത്തിയിടുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അത് ഏതായാലും ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം എന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടായിരിക്കണം ഇത്രയേറെ നേരം ഈ യന്ത്രങ്ങളും അതിൻ്റെ പ്രവർത്തികളും ഒക്കെ നിർത്തിയിട്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം ദൗത്യത്തിൽ ഇനി നിർണായകമാവുന്നത് അത് എന്താണ് അടുത്തത് ഇവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിനി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും ദിവസം കളക്ടർ മാധ്യമങ്ങളെ കാണുന്നതിനോ മറ്റൊന്നും കൂട്ടാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഇത്തരം വിശദീകരണങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ ഏതായാലും അവർ മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ്. കാരണം കളക്ടർ മാധ്യമങ്ങളെ കാണുന്നു എന്നുള്ളത് ഏത് തരത്തിലാണ് ഇനി അടുത്ത നടപടികളിലേക്ക് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കും എന്നുള്ളതാണ് കരുതുന്നത്. ഒപ്പം തന്നെ അത്തരത്തിൽ കളക്ടർ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതിനി എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേപോലെ അവിടെ ഈ കാണാതായ 2 പേർ, ഒരാൾ മലയാളിയാണ്, അർജുനാണ് മലയാളി, മറ്റ് 2 പേർ കർണാടക സ്വദേശികളാണോ? അവർ എന്ത് ജോലിയിൽ ഏർപ്പെട്ടവരാണ്? ഈ ചായക്കടയിൽ നിന്നവരാണോ ആ 2 പേർ? ആ 2 പേർ ആര് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അരുൺ? മലയാളി ആയതുകൊണ്ട് നമ്മൾ അർജുനെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മനുഷ്യ ജീവൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ കർണാടകയും. അപ്പോൾ അവിടെയുള്ള മനുഷ്യരും ഒക്കെ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും അവർക്കുണ്ടാകുന്ന വേദനയും ഒക്കെ അതും നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. അവരാരൊക്കെയാണെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അവരുടെ ബന്ധുക്കൾ എന്തെങ്കിലും ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ടോ അരുൺ? കർണാടക സ്വദേശികളായ 2 പേർ തന്നെയാണ്. അത് ഈ ഒരു ലക്ഷ്മണന്റെ കടയിൽ ജോലിക്ക് നിന്ന 2 ആളുകളാണ് ഒഴുക്കിൽപ്പെട്ടത് എന്നുള്ളതാണ് കർണാടക സർക്കാർ നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. അത് കോടതിയെ ഉൾപ്പെടെ സർക്കാർ അറിയിച്ചതും അത്തരത്തിൽ തന്നെയാണ്. ഇനി കണ്ടെത്താനായിട്ടുള്ളത് 3 പേരെയാണ്. 3 പേരിൽ 2 പേര് കർണാടക സ്വദേശികളാണ്. 2 പേരും ലക്ഷ്മണന്റെ കടയിൽ ജോലി ചെയ്തിരുന്ന ആളുകളാണ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അവരുടെ ബന്ധുക്കൾ സംബന്ധിച്ച് നമുക്ക് ഇതുവരെ അവർ പ്രതികരണമോ മറ്റോ ഒന്നും നൽകിയിട്ടില്ല. പൊതുവെ ഈ ഒരു കർണാടകയിലെ ജനങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് കൂടുതൽ ആളുകളുടെ ബോഡികളും മറ്റുമൊക്കെ റിക്കവർ ചെയ്യുന്ന ആ സമയത്ത് തന്നെ അവർ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ അർജുൻ ഈ ഒരു ഒഴുക്കിൽപ്പെട്ടത് കൊണ്ടും മലയാള മാധ്യമങ്ങൾ അതിന് വലിയ ശ്രദ്ധ നൽകിയത് കൊണ്ടും മാത്രമാണ് ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല നടപടികൾ ഉണ്ടായത്. അല്ലെങ്കിൽ തങ്ങൾ ആരെങ്കിലുമാണ് ഒഴുക്കിൽപ്പെട്ടത് എങ്കിൽ ചിലപ്പോൾ യാതൊരു തരത്തിലും അവർ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന സ്ഥിതിയെ ഉണ്ടാവുമായിരുന്നില്ല എന്ന തരത്തിലായിരുന്നു അവരുടെ പ്രതികരണം. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എന്താണ് ഈ ഒരു കർണാടകയിലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരം അപകടങ്ങളിലേക്ക് അവർ എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് ആ ഒരു ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. നിലവിൽ ഏതായാലും ഈ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികളും മറ്റുമൊക്കെ